guys, welcome back to Vaika's vlog. അപ്പോൾ ഇന്ന് നമ്മളൊരു വൈകുന്നേരത്തേക്കുള്ള ചായയുടെ ഇന്നത്തെ ഡിഷ് പറയുന്നത് വൈകുന്നേരത്തെ സ്നാക്സ് ഐറ്റംസ് ഞാനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. ബൈ. അപ്പോൾ ഗൈസ് നമുക്ക് ഗ്യാസൊക്കെ നോക്കാം. അപ്പോൾ ഗൈസ് ഇതൊരു നല്ല പ്രൊഡക്റ്റാണ്. നമുക്ക് ഇത് കൂടെ വേണമെങ്കിൽ ഒഴിക്കാം, ഇത് കൂടെ വേണമെങ്കിൽ ഒഴിക്കാം, ഇത് കൂടെ ജസ്റ്റ് സ്പ്രേ ചെയ്താൽ മതി. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാൻഡ്വിച്ചാണ് കേട്ടോ. സാൻഡ്വിച്ചിനായിട്ട് നമുക്ക് ബ്രെഡ് വേണം, മുട്ട വേണം, പിന്നെ നമ്മൾ ഡ്രിങ്ക് ആയിട്ടിരിക്കുന്നത് ബൂസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. നമ്മുടെ ഇതൊക്കെ നമ്മൾ നാലെണ്ണം മതിയാവും. അല്ല, നമുക്കൊരു 6 എടുക്കാം. 6 ബ്രെഡ് കേട്ടോ. ഇത് വലുതാണ്, അത് കാരണം കൊണ്ടാണ് ഞാൻ 6 ഞാൻ ഒരൊറ്റ ഇതിൽ വെക്കണത്. 5 കൂടുതലുള്ളൂ. 6 എപ്പോഴെങ്കിലും വെച്ച് ഇതാക്കാം. ഓക്കേ, യെസ്, നമ്മളത് അങ്ങനെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കത് മറിച്ചിടാനുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് വീഡിയോസായിട്ട് കാണിച്ചു തരാം കേട്ടോ. അതൊന്നായിട്ട് വരട്ടെ. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ മുകളിലോട്ട് ഇതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണ്ടേ. നമുക്ക് ഞാൻ കാണാം. അങ്ങനെ ഓരോന്നിൻ്റെ മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഒഴിക്കുകയാണെങ്കിൽ നമുക്കൊരു ഇതാവും, കൂടുതലാവുമോ ഇല്ല എന്നുള്ളത്. നമ്മൾ അത്ര ഡയറ്റിങ്ങിലാണ് ഞങ്ങൾ, കാരണം കൊണ്ടാണ് ഇത്ര. ഞങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ സ്നാക്സ് കഴിക്കുന്നത് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല എൻ്റെ അനിയനും അമ്മയും അനിയനെ കൂട്ടാൻ വേണ്ടി പോയിക്കണം. ആ നേരത്താണ് ഞാൻ അത് ഉണ്ടാക്കിയിട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സാധനങ്ങൾ റെഡി ആവാം. ഫ്ലോപ്പ് ആവുമോ അറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് എന്തായാലും സാൻഡ്വിച്ചായ ഒരു മുട്ട വേണ്ടേ, നമ്മൾ ഇത് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് മുട്ട, അപ്പോൾ ഞാൻ 2 മുട്ടയാണ് പൊട്ടിച്ച വെച്ചിട്ടുള്ളത്. ഞാൻ കാണിച്ചത് അത് ഇങ്ങനെയായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ചേലും ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കൊത്തിപ്പൊരിക്കണം നമ്മുടെ പ്ലാൻ. ഓക്കെ, അപ്പോൾ ഇതൊരു ട്രാൻസ്മിഷൻ ആവട്ടെ. അപ്പോൾ അത് നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫാക്കി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മുട്ട. ഇനി നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കണം. ആ ഒരു ലെയറിലോട്ട് ഗൈസ്, നിങ്ങൾക്ക് ബൂസ്റ്റൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ സാൻഡ്വിച്ചിൻ്റെ മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ അത് ഞങ്ങൾ സാൻഡ്വിച്ചിനും ആദ്യം ബ്രെഡ് വയ്ക്കുന്നു. അതിൻ്റെ മുകളിലോട്ട് ഇതാ മുട്ട ഇടുന്നു. ഇത്തിരി പരത്തി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് സോസ് ഇടുക. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മുടെ ബ്രെഡ് വെച്ചാൽ കാര്യം റെഡിയായി. സംഭവം അടിപൊളിയാണ്. ഞാൻ കഴിച്ച് നോക്കി, അടിപൊളി സാധനമാണ്.